ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ കണ്ടിരുന്നു അല്ലേ, ക്ലോത്തിങ്ങിനെ കുറിച്ച്. എന്തിനാണ് ക്ലോത്ത് ധരിക്കുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പ്രത്യേക തരം ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. അതേപോലെ സീസൺ അനുസരിച്ച് ഒക്കെ ഡ്രസ്സുകൾ ധരിക്കാറുണ്ട് അല്ലേ. ഇതിൻ്റെ ആവശ്യകത എന്തൊക്കെ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ചാപ്റ്റർ. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, ഓരോ സീസണിലും ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സമ്മർ സീസണിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് സമ്മർ സീസണിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ടിക്ക് ചെയ്യണം. ദെൻ ആണെങ്കിൽ അതിന് റെയിനി സീസണിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് സ്ക്വയറായിട്ട് ഒരു ബോക്സ് വരയ്ക്കണം. ചെയ്യാൻ എളുപ്പമല്ലേ, നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ. ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കുമല്ലോ അല്ലേ. നോക്കാം നമുക്ക്. വി വിയർ cover and protect our body from heat, cold, wind, rain, the sun, dust and insect bite. ആണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്? അതൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത്. ഹീറ്റ് ചൂട്, തണുപ്പ്, കാറ്റ്, മഴ, സൂര്യൻ്റെ ചൂട്, പൊടി, അഴുക്ക്, പിന്നെ ചില ചെറു പ്രാണികളുടെ കടിക്കൽ അല്ലേ, കടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുക എന്ന ധർമ്മമാണ് ക്ലോത്ത് നൽകുന്നത്. വി വിയർ ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദ സീസൺ, പ്ലേസ്. ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ധരിക്കാറുണ്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ. അത് സീസൺ അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ചില സ്ഥലങ്ങളിൽ, ചില ജോലിക്ക്, ചില പ്രത്യേകതരം ഫങ്ഷനുകൾക്ക് ഒക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ ഡ്രസ്സാണ് ധരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീസൺ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുന്നത് കുറിച്ചാണ്. വി വിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺ. നമ്മൾ പലതരം ഡ്രസ്സുകളാണ് പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി പല സീസണുകളിൽ നമ്മൾ ധരിക്കാറ്. ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ കവേർഡ് ദർ ബോഡീസ് വിത്ത് ലീവ്സ്, ബാർക്സ് ഓഫ് ട്രീസ് ആൻഡ് ദ സ്കിൻ ഓഫ് ആനിമൽസ്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ അവരുടെ ശരീരം മറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇലകളും ചില ട്രീകളുടെ ചില്ലകളും അതേപോലെ മൃഗങ്ങളുടെ തോലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നത്. ക്ലോത്ത്സ് ഇൻ സമ്മർ. വി വിയർ കോട്ടൺ ക്ലോത്ത്സ്. Cotton clothes are light and keep us cool. Cotton clothes are made from cotton. We get cotton from cotton plants. നമ്മൾ സാധാരണ ചൂടുള്ള സമയത്ത് ധരിക്കുന്നത് പരുത്തി വസ്ത്രങ്ങളാണ്. പരുത്തി വസ്ത്രങ്ങളുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവ ധരിച്ചാൽ നമ്മുടെ ശരീരം കൂളായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും, അധികം ചൂട് അനുഭവപ്പെടത്തില്ല. കാരണം നൂലിഴകളിൽ എന്തുണ്ട്, ഇഴയടുപ്പം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വായു സഞ്ചാരം ധാരാളം ലഭിക്കും. അതുകൊണ്ടാണ് ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ പരുത്തി വസ്ത്രം ധരിക്കാറ്. It is believed that many thousands of years ago, people began sewing pieces of animal skin together to make clothes. They used needles made of bone or a wood. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, ആനിമൽസിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലേ, ചേർത്ത് വെച്ച് തയ്ച്ച ഒരു വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആനിമൽസിൻ്റെ
തടി, ചെറിയ തടികളോ ഉപയോഗിച്ച്, മരത്തിൻ്റെ ചിലകളോ ഉപയോഗിച്ച് എന്തുണ്ടാക്കിയിരുന്നു? സൂചി ഉണ്ടാക്കിയിരുന്നു. ഇനി നമ്മൾ ക്ലോത്ത്സ്. We wear woolen clothes in winter. Woolen clothes keeps us warm. തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് വൂളൻ ക്ലോത്ത്സ് ആണ്, കമ്പിളി വസ്ത്രങ്ങളാണ്. ഇത് നമ്മളെ ചൂടാക്കി വയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വൂളൻ ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം വൂൾ. വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ്. വൂളൻ ക്ലോത്ത്സ് സാധാരണ നമുക്ക് കിട്ടുന്നത് കമ്പിളി നൂലിൽ നിന്നാണ്. ആ നൂല് കിട്ടുന്നതെന്ന് പറയുന്നത് ചെമ്മരി ആടുകളുടെ രോമം പ്രോസസ്സ് ചെയ്തിട്ടാണ് വൂള് ഉണ്ടാക്കുന്നത്. In countries where winters are very severe, people wear fur or leather clothing. തണുപ്പ്, ശൈത്യം എന്ന് പറയുന്നത് അതികഠിനമാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നന്നായിട്ട് എന്താ പറയുക, രോമങ്ങളുള്ള ഫർ മീൻസ് തിക്കായിട്ട് രോമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലെതർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് തണുപ്പ് അകറ്റുന്നതിനായിട്ട്. ക്ലോത്ത് ഇൻ റെയിനി സീസൺ. മഴക്കാലത്ത് നാം ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. വി വിയർ റെയിൻ കോട്ട്സ് ഇൻ റെയിനി സീസൺ ടു പ്രൊട്ടക്റ്റ് അവേഴ്സ് ഫ്രം ഗെറ്റ്. റെയിൻകോട്ട് ആർ മെയ്ഡ് ഓഫ് റബ്ബർ ഓർ പ്ലാസ്റ്റിക്. റെയിനി സീസണിൽ നമ്മൾ പ്രത്യേകതരം ഡ്രസ്സ് ധരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരം നനയാതിരിക്കാൻ, അല്ലേ? അതിനുപയോഗിക്കുന്ന, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് റെയിൻകോട്ടാണ്. ഈ റെയിൻകോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് റെയിൻകോട്ട് ഉണ്ടാക്കുന്നത്. ചിലപ്പം സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന നൂലുകൾ ഉപയോഗിച്ച്. ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം മെറ്റീരിയൽസ് സച്ച് ആസ് റയോൺ, nylon are light and dry fast during the rainy season. നൈലോൺ നൂല് ഉപയോഗിച്ചുണ്ടാക്കുന്ന എന്ത് റെയിനി സീസണിൽ ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അധികം നനവ് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നൈലോൺ ക്ലോത്ത് ഉണ്ടാക്കുന്ന റെയിൻ കോട്ട്സും നമ്മൾ ധരിക്കാറുണ്ട്. നമ്മൾ കുറച്ച് വേർഡ്സ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സോഫ്റ്റ് തിക്ക് മാസ് ഓഫ് ഹെയർ ദാറ്റ് ഗ്രോസ് ഓൺ ദി ബോഡി ഓഫ് സം ആനിമൽസ്. ആനിമൽസിൻ്റെ രോമങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത്? ഫർ എന്ന് പറയുന്നത്. ലെതർ, ആനിമൽ സ്കിൻ ദാറ്റ് ഹാസ് ബീൻ സ്പെഷ്യലി ട്രീറ്റഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് സോ ഓൺ. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? തൊലിക്ക് പറയുന്ന പേരാണ്. ട്രീറ്റ് ചെയ്തിട്ട് നാം ചില ആവശ്യങ്ങൾക്ക് ആനിമൽസിൻ്റെ സ്കിൻ ഉപയോഗിക്കാറുണ്ട്. അതിന് പറയുന്ന പേരാണ് ലെതർ. ദെൻ സിന്തറ്റിക്, നോട്ട് മെയ്ഡ് ഓഫ് നാച്ചുറൽ മെറ്റീരിയൽസ്. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്നതല്ല, ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യരുണ്ടാക്കുന്ന മെറ്റീരിയലിന് പറയുന്ന പേരാണ് എന്ത്? സിന്തറ്റിക്. ഓക്കെ, ഇനി നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി വിയർ ഡാഷ് ടു പ്രൊട്ടക്റ്റ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്താ ധരിക്കാറ്? ക്ലോത്ത്സ്. ഡാഷ് ക്ലോത്ത്സ് ആർ ലൈറ്റ് ആൻഡ് കീപ്പ് us കൂൾ. ഇതിൽ ഏറ്റവും ഭാരം കുറഞ്ഞതും നമുക്ക് ധരിക്കുമ്പം സുഖമുള്ളത് അല്ലെങ്കിൽ അധികം ചൂട് അനുഭവപ്പെടാത്തതുമായ വസ്ത്രം ഏതാണ്? നൈലോൺ ആണോ, കോട്ടൺ ആണോ, വൂളൻ ആണോ, ലെതർ ആണോ? യെസ്, ദാറ്റ് ഈസ് കോട്ടൺ. തേർഡ് ക്വസ്റ്റ്യൻ, വി ഗെറ്റ് വൂൾ ഫ്രം ഡാഷ്. വൂള് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് കമ്പിളി വസ്ത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിളി രോമങ്ങൾ കിട്ടുന്നത് ഷീപ്പിൻ്റെയാണ്, അല്ലേ? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, റെയിൻകോട്ട്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. റെയിൻകോട്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് റബ്ബറാണോ, പേപ്പറാണോ, ലെതറാണോ, വൂളാണോ? യെസ്, ദാറ്റ് ഈസ് റബ്ബർ. ദെൻ ക്ലോത്തിങ് അക്കോർഡിംഗ് ടു പ്ലേസ്. ചില സ്ഥലങ്ങൾക്കനുസൃതമായിട്ട് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലെ ആൾക്കാർ ചില പ്രത്യേകതരം ഡ്രസ്സസ് ധരിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. People wear different types of clothes in different countries. Men and women
ഹാവ് ദെയർ ഓൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്. ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ചില രാജ്യങ്ങളിൽ പ്രത്യേകതരം ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ വുമൺ മോസ്റ്റ്ലി വിയർ സാരി ഓർ സൽവാർ കമ്മീസ്. സം വുമൺ ഓൾസോ വിയർ ട്രൗസേഴ്സ്, ഷർട്ട്സ്, സ്കേർട്ട്സ് ആൻഡ് സോ ഓൺ. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും വുമൻസ് ധരിക്കുന്നത് സാരി അല്ലെങ്കിൽ സൽവാർ കമ്മീസ്. നമുക്കറിയാം അല്ലേ, സാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. സൽവാർ കമ്മീസ് എന്ന് പറഞ്ഞാൽ ചുരിദാർ അല്ലേ. അതേപോലെയുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇന്ത്യയിൽ പെൺകുട്ടികൾ ധരിക്കാറുണ്ട്. മെൻ വിയർ പൈജാമ, കുർത്ത, ട്രൗസേഴ്സ്, ധോത്തി ആൻഡ് ഷർട്ട്സ് ഓർ ടീഷർട്ട്സ്. ആണുങ്ങൾ സാധാരണ പൈജാമയും കുർത്തയും നിക്കറും മുണ്ടും ഒക്കെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ധരിക്കാറുണ്ട്. നോക്കിയാൽ ഓരോന്നിൻ്റെയും പിക്ചർ കാണിച്ചിരിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓരോ രാജ്യത്തെയും ആൾക്കാർ ധരിക്കുന്ന ഡ്രസ്സുകൾ. ഇനിയും ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു വർക്ക്. നമ്മുടെ ജോലിക്കനുസൃതമായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കാറുണ്ട്. നമ്മളതിന് യൂണിഫോം എന്ന് പറയും അല്ലേ. നോക്കാം. ജസ്റ്റ് ലൈക്ക് യു വിയർ യുവർ യൂണിഫോം ടു സ്കൂൾ, പീപ്പിൾ ഇൻ വേരിയസ് പ്രൊഫഷൻസ് ഓൾസോ വിയർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് കോൾഡ് എ യൂണിഫോം. ആൾക്കാർ അവരുടെ ജോലിക്കനുസൃതമായി ധരിക്കുന്ന വസ്ത്രത്തിന് പറയുന്ന പേരാണ് യൂണിഫോം. നിങ്ങളുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ വരുമ്പം എന്ത് ധരിച്ചാണ് വരാറ്? യൂണിഫോം ധരിച്ചാണ് വരാറ് അല്ലേ. അപ്പം അതുപോലെ ചില പ്രത്യേക പ്രൊഫഷനും എന്ത് ചെയ്യാറുണ്ട്? പ്രത്യേകതരം ക്ലോത്തിങ് ഉണ്ട്. നോക്കാം ഏതൊക്കെയാണ് ആ പ്രൊഫഷൻ. ഹാവ് യു സീൻ പോലീസ്മാൻ, ഫയർമാൻ, നേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് പോസ്റ്റ്മാൻ ഇൻ അതർ യൂണിഫോംസ്. എന്താ പറയുക? ഇൻ ദർ യൂണിഫോംസ്. നിങ്ങൾ കാണാറില്ലേ ഈ പറയുന്നവരെയൊക്കെ? ആരെയൊക്കെയാണ്? പോലീസുകാരെയും നേഴ്സസിനെയും ഡോക്ടറിനെയും പോസ്റ്റ്മാനെയും ഫയർമാനെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ പ്രൊഫഷന് ചില പ്രത്യേകതരം ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. പ്രൊഫഷന് യൂണിഫോം ഉപയോഗിക്കുന്ന അല്ലേ. അപ്പം പോലീസ്മാൻ്റെയും നേഴ്സസിൻ്റെയും ഡോക്ടർ, പോസ്റ്റ്മാൻ ആൻഡ് ഫയർമാൻ. ദെൻ നെക്സ്റ്റ്, ക്ലോത്തിങ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ്. ചില പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഓൾസോ വിയർ സ്പെഷ്യൽ ക്ലോത്ത്സ് ഇൻ സ്പെഷ്യൽ ഒക്കേഷൻസ് സച്ച് ആസ് വെഡിങ് ആൻഡ് അതർ ഫങ്ഷൻസ്. സാധാരണ നമ്മൾ കല്യാണങ്ങൾക്കും അതുപോലെയുള്ള ഫങ്ഷനുകൾക്ക് ചില പ്രത്യേകതരം ഡ്രസ്സുകളാണ് ഉപയോഗിക്കാറ്. ക്ലോത്ത്സ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ് ആർ ജനറലി മെയ്ഡ് ഫ്രം സിൽക്ക്. നമ്മൾ സാധാരണ കല്യാണങ്ങൾ പോലെയുള്ള മംഗളകരമായ എന്താ പറയുക മുഹൂർത്തങ്ങളിൽ സിൽക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ വധൂവരന്മാർ ഉപയോഗിക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് അല്ലേ. സിൽക്ക് ഉപയോഗിച്ച് വളരെ മനോഹരമായ നെയ്തെടുത്ത വസ്ത്രങ്ങളാണ്. സിൽക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൊക്കൂൺസ് ഓഫ് സിൽക്ക് വർക്ക്. ചില സിൽക്ക് വേംസ് പുഴുക്കളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ പുഴു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചിത്രശലഭത്തിൻ്റെ പുഴുവാണ്. ആ പുഴുവിന് ഉറങ്ങാൻ പോകുന്ന അവസ്ഥ, അതാണ് കൊക്കൂൺസ് എന്ന് പറയുന്നത്. ആ ഉറങ്ങാൻ പോകുന്ന അവസ്ഥയിൽ അത് സംരക്ഷിതമായി ഉണ്ടാക്കുന്ന ആ കൊക്കൂൺസിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സിൽക്ക് ഉണ്ടാക്കുന്നത്.